കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ ഹേലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 12,000 വർഷത്തിനിടെ ആദ്യമായാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസിനെ ബാധിച്ചു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ ഇന്ത്യ, യമൻ, ഒമാൻ, വടക്കൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് നീങ്ങിയത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്കുള്ള യാത്ര, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകരുടെയൊക്കെ യാത്രയെ, ക്രമീകരണങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കാണല്ലോ ഈ അഗ്നിപർവ്വത സ്ഫോടനം മാറുന്നത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഗോകുൽ. ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് എത്യോപ്യയിലെ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആളുകളെ, ജനങ്ങളെ വലിയ രൂപത്തിൽ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഇതിൻ്റെ പുകച്ചുരുളുകളും ചാരപ്പൊടികളും ആ രൂപത്തിലുള്ള ചാരവുമെല്ലാം ഏതാണ്ട് 14 കിലോമീറ്റർ ഉയരത്തിലാണ് ആകാശത്തേക്ക് വ്യാപിച്ചിരിക്കുന്നത്. അതാണിപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ആഘാതം, വ്യാപ്തി എന്ന് പറയുന്നത്. അതാണ് ആ രൂപത്തിൽ ആ മേഖലയിലാകെ, അതായത് ഇൻഡോ അറബ് മേഖലയിലാകെ ഈ ചാരവും പൊടികളും വ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒമാനും, യമാനും, ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ അടങ്ങുന്ന മേഖലയെ പൂർണ്ണമായും, അതിൻ്റെ ആകാശ മേഖലയെ പൂർണ്ണമായും വിഴുങ്ങുന്ന രൂപത്തിലേക്കാണ് ഈ ചാരമേഘങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ആഘാതം അതിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് വ്യോമ മേഖലയിലാണ്. ഇപ്പോൾ ഉംറ തീർത്ഥാടനം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ വിമാന സർവീസുകൾ സൗദി അറേബ്യയിലേക്ക്, ഇന്ത്യയിൽ നിന്നടക്കം ധാരാളം സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരപ്രകാരം ദില്ലി, ജയ്പൂർ, അഹമ്മദാബാദ്, ഒപ്പം തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി, കാലിക്കറ്റ് അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നു കയറേണ്ട വിമാനങ്ങളെല്ലാം ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ മേഖലയിൽ, അതായത് ഒമാനും, സൗദിയും, യമനും, ഇന്ത്യയും, പാകിസ്ഥാനും, ബംഗ്ലാദേശും അടങ്ങുന്ന മേഖലയിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെടേണ്ട വിമാനങ്ങൾ മുഴുവൻ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 23-ാം തീയതിയാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും അതിനുശേഷം വലിയ രൂപത്തിൽ പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ആകാശം മുഴുവൻ ചാരമേഘങ്ങളായി മാറുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ആകാശം വലിയ രൂപത്തിൽ ഈ ചാരമേഘങ്ങൾ നിറയുകയും വിമാന സർവീസുകളെ അത് ഗുരുതരമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളിലേക്കും വരുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ അഹമ്മദാബാദിൽ നിന്നും, ദില്ലിയിൽ നിന്നും, ജയ്പൂരിൽ നിന്നും, നെടുമ്പാശ്ശേരിയിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ, അതായത് അറബ് മേഖലയിലേക്കും ഒമാനും യമനും അടക്കമുള്ള മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ ഭാഗികമായും, പിന്നീട് ഇപ്പോൾ പൂർണ്ണ തോതിലും ഏതാണ്ട് റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആകാശത്തെ, വ്യോമ മേഖലയെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലാണ് ഈ ചാരമേഘങ്ങൾ ആകാശം മുഴുവൻ ഉയർന്നു നിൽക്കുന്നത്. ജനങ്ങളെ, ആഫ്രിക്കയെ അത് വലിയ രൂപത്തിൽ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ജനങ്ങളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആളപായമോ മറ്റു ദുരന്തങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വ്യോമ മേഖലയെ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. ആ മേഖല ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും സ്തംഭിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വരും ദിവസങ്ങളിലും നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോകുൽ, ശരി, എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ലാവാപ്രവാഹമൊന്നും പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇൻഡോ അറബ് മേഖലയിലെ വ്യോമഗതാഗതത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.